ഉത്തർപ്രദേശിൽ ബസംപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ബിഫൂർ എന്നു പേരുള്ള ഒരു ടീനേജ് പയ്യനുണ്ട്. ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ അപരിചിതരായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുക എന്നതാണ്. സാധാരണ ഈ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും ചെയ്യും പോലെ തനിക്ക് പരിചയമില്ലാത്ത യുവതികൾക്ക് ഹായ് വിടുക, പിന്നെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് വളച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ ഹോബി. അങ്ങനെ പതിവ് പോലെ ഇൻസ്റ്റഗ്രാമിൽ അവൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കെനിയാക്കാരിയുടെ പ്രൊഫൈല് അവന് സജഷനായിട്ട് വരികയാണ്. ആ പ്രൊഫൈൽ നെയിമിൻ്റെ പേര് റോസ്മേരി എന്നായിരുന്നു. ഉടൻ തന്നെ ബിഫൂർ റോസ്മേരിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. റോസ്മേരി ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇൻസ്റ്റഗ്രാം വഴി ഇവർ ചാറ്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞ് നേരിട്ടുള്ള സംസാരമായി. ആദ്യം ഒരു സൗഹൃദത്തിൽ തുടങ്ങിയ ആ ബന്ധം പോകെ പോകെ പ്രണയമായിട്ട് മാറുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റോസ്മേരി ബിഫൂറിനോട്, ബിഫൂർ, എനിക്ക് നിന്നെ കാണുവാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ബിഫൂർ ആകട്ടെ വലിയ സന്തോഷത്തോടെ, ധൈര്യമായിട്ട് പോരെ, ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2021 ജൂലൈ മാസം റോസ്മേരി കെനിയയിൽ നിന്നും വിമാനം പിടിച്ച് ഇന്ത്യയിലെത്തിയത്. റോസ്മേരിക്ക് ബിഫൂറിനെ ഒഴികെ ഇന്ത്യയിൽ മറ്റാരെയും പരിചയമില്ല. ആ പരിചയമാകട്ടെ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ്. റോസ്മേരി എയർപോർട്ടിൽ ഇറങ്ങിയ ഉടൻ തന്നെ ബിഫൂറിനെ ഫോൺ വിളിച്ചു. ബിഫൂർ ഉടൻ തന്നെ റോസ്മേരിയുടെ ഫോണിലേക്ക് ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. വൈകാതെ റോസ്മേരി ഒരു ടാക്സിയും പിടിച്ച് ബിഫൂർ കൊടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ആ ലൊക്കേഷനിൽ എത്തിയതും അവൾ കണ്ടു ദൂരെയായിട്ടൊരു കാർ നിർത്തിയിട്ടിരിക്കുന്നു. ആ കാറിൻ്റെ ഉള്ളിൽ താൻ ഇത്രയും കാലം വീഡിയോ കോൾ വഴി മാത്രം പരിചയപ്പെട്ട ബിഫൂർ ഇരിപ്പുണ്ട്. ബിഫൂറിനെ കൂടാതെ മറ്റൊരാളും കൂടെ ആ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്. അവൾ വേഗം തന്നെ ടാക്സിക്കാരനെ പറഞ്ഞയച്ച് തൻ്റെ കാമുകനെ ആദ്യമായിട്ട് കാണുവാൻ പോകുന്ന സന്തോഷവുമായിട്ട് ആ കാറിൻ്റെ അരികിലേക്ക് നടന്നു. കാമുകന്മാർ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. ഇരുവർക്കും വലിയ സന്തോഷമായി. രണ്ടുപേരും കാറിൻ്റെ ഉള്ളിലിരുന്ന് ദീർഘനേരം സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് റോസ്മേരി വിചാരിച്ചിരിക്കാത്തൊരു കാര്യം സംഭവിച്ചു. പെട്ടെന്ന് ബിഫൂറിൻ്റെ ഭാവം മാറി, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ്റെയും. പെട്ടെന്ന് ഇരുവരും ചേർന്ന് റോസ്മേരിയുടെ വാ പൊത്തിപ്പിടിച്ച് അവളെ നിശബ്ദയാക്കി. എന്നിട്ട് അവളുടെ പേഴ്സിൽ നിന്നും പണമെല്ലാം അപഹരിച്ചു. അതിനുശേഷം അവളുടെ മൊബൈൽ ഫോണും പിടിച്ചു മേടിച്ചിട്ട് കാറിൽ നിന്നും ചവിട്ടിത്തള്ളി പുറത്തേക്കിട്ടു. അതിനുശേഷം കാർ ഓടിച്ച് വേഗത്തിൽ അവിടെ നിന്നും പോയി. റോസ്മേരി ഞെട്ടിപ്പോവുകയാണ്. താൻ ഇത്രയധികം വിശ്വസിച്ച കാമുകൻ, അതും അവനെ കാണുവാനായിട്ട് കെനിയയിൽ നിന്നും വിമാനം കയറിയാണ് ഇവിടെ എത്തിയത്. അവൻ തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു അവരുടെ. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, മൊബൈൽ ഫോണുമില്ല, എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. ഉടൻ തന്നെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം അറിയിച്ചു. റോസ്മേരിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു കാര്യം ഇതാണ്: ബിഫൂർ എന്ന പയ്യനെ അറിയാം. മാത്രവുമല്ല അവൻ്റെ ഫോൺ നമ്പർ കാണാപാഠവുമാണ്. ഈ ഫോൺ നമ്പർ ഓർമ്മയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് റോസ്മേരി അന്ന് രക്ഷപ്പെട്ടത്. അവൾ ആ ഫോൺ നമ്പർ ഓർമ്മയിൽ നിന്നും പോലീസിന് പറഞ്ഞു കൊടുത്തു. അത് വെച്ചിട്ട് പോലീസ് അന്വേഷിച്ചു. വൈകാതെ ബിഫൂർ ആരാണെന്ന് അവർക്ക് മനസ്സിലായി. അവൻ്റെ ലൊക്കേഷനും അവർക്ക് കിട്ടുകയാണ്. അടുത്തതായിട്ട് പോലീസ് ചെയ്തത് അവൻ്റെ സെൽഫോൺ സിഗ്നൽ വെച്ചിട്ട് അന്വേഷിക്കുകയാണ്. എന്നാൽ വളരെ ബുദ്ധിപരമായിട്ടായിരുന്നു ബിഫൂറിൻ്റെ നീക്കം. ഓരോ മണിക്കൂർ കഴിയും തോറും അവൻ തൻ്റെ ലൊക്കേഷൻ മാറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷേ എത്ര നേരം ഒരു ടീനേജ് പയ്യൻ ലൊക്കേഷൻ മാറ്റി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ ഒരു ടോളിൽ വെച്ച് ആ കാർ പോലീസ് തടഞ്ഞു നിർത്തുകയാണ്. ഉടൻ തന്നെ ബിഫൂറിനെയും കൂട്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. റോസ്മേരിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അവളിൽ നിന്നും അവൻ അപഹരിച്ച പണവും സെൽഫോണും ഇതിനോടകം വിട്ടിരുന്നില്ല. അത് രണ്ടും കാറിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വസ്തുക്കളും വീണ്ടെടുത്ത് റോസ്മേരിയെ ഏൽപ്പിച്ച് പോലീസ് അവളെ കെനിയയിലേക്ക് മടക്കി അയക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ മോഷണ കേസായിട്ട് തോന്നാം. പക്ഷേ പോലീസ് അങ്ങനെയല്ല വിചാരിച്ചത്. നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ച് ഒരു വിദേശി വന്നിരിക്കുന്നു. ആ വിദേശിയാകട്ടെ ഇവിടെയുള്ള ഒരുവൻ വഞ്ചിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വിദേശികൾ, പ്രത്യേകിച്ചും കെനിയയിലുള്ളവർ, നമ്മുടെ നാടിനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? അതുകൊണ്ട് ഈ കേസ് സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവർ തീരുമാനിച്ചു. ഒട്ടും താമസിയാതെ ബിഫൂറിൻ്റെ മാതാപിതാക്കളെ പോലീസ് കാര്യങ്ങൾ അറിയിച്ചു. അവർ ഓടിപ്പാഞ്ഞ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ബിഫൂറിൻ്റെ പിതാവ് പോലീസുകാരുടെ മുൻപിൽ കൈകൾ കൂപ്പിക്കൊണ്ട്, സാർ, അവൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഇത്തവണത്തേക്ക് മാപ്പാക്കണം, ഇനി ഒരിക്കലും അവൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ പോലീസുകാർ സമ്മതിച്ചില്ല. ഞങ്ങൾ ഓൾറെഡി FIR എഴുതി കഴിഞ്ഞു. ഇവൻ ചെയ്തത് വലിയൊരു കുറ്റമാണ്. നിശ്ചയമായിട്ടും ഇവൻ അതിനുള്ള ശിക്ഷ, ജയിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാതെ ഞങ്ങൾ അടങ്ങില്ല. അതോടെ ബിഫൂറിൻ്റെ പിതാവ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അയാൾ പോലീസുകാർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു. സാർ, എന്തെങ്കിലും ചെയ്ത് എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം, ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാം. അതിന് പോലീസുകാർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: നീ 10 ലക്ഷമല്ല, 1 കോടി തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് വേണ്ട. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റിയ കേസല്ല. ഈ പ്രായത്തിൽ ഇവൻ ചെയ്ത ക്രൈം അത്ര ചെറുതുമല്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇവന് ശിക്ഷ കിട്ടിയേ മതിയാവൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മാതാപിതാക്കളെ പോലീസുകാർ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഈ കേസ് കോടതിയിൽ എത്തപ്പെട്ടു. ഇപ്പോഴും അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സംഭവം നടന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവമുണ്ടായി. അന്നൊരു ഓഗസ്റ്റ് 15 വർഷം 2021. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയം.
ആ സമയത്ത് മുറാദ് നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വൃദ്ധൻ പരിഭ്രമത്തോടെ വരികയാണ്. അയാളുടെ പേര് ബ്രിജേഷ് ത്യാഗി, വയസ്സ് 60. ബ്രിജേഷ് ത്യാഗിക്ക് പോലീസിനോട് പറയുവാനായിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു. അയാൾക്ക് 24 വയസ്സുള്ള റേഷു എന്നു പേരുള്ള ഒരു മകനുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി മുതൽ അവനെ കാണുവാനില്ല. തൻ്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണമെന്ന ആവശ്യവുമായിട്ടാണ് അയാൾ ഇപ്പോൾ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. പോലീസുകാർ അമ്പരന്നു പോയി. അവർ ബ്രിജേഷിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ മകനെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 7 ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് പോലീസിൽ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തില്ല? അതിന് ബ്രിജേഷ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: സാർ, എൻ്റെ മകന് ജോലിയില്ല. അവൻ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും വീട്ടിൽ നിന്നും പുറത്തു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ദൂരദേശങ്ങളിൽ പോകും. അന്ന് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങും. മറ്റു ചിലപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അവൻ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കാറുണ്ട്. പക്ഷേ ഇത്രയും നാൾ കാണാതാവുന്നത് ഇതാദ്യമായിട്ടാണ്. പോലീസിൽ പരാതി കൊടുക്കുവാനായിട്ട് ഞാൻ ആദ്യം തീരുമാനിച്ചതാണ്. അപ്പോഴെൻ്റെ വീട്ടിലുള്ളവരാണ് തടഞ്ഞത്. പോലീസ് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങിയാൽ അത് കുടുംബത്തിന് അപമാനമാണ്. ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. നാട്ടുകാർ പല കഥകളും മെനയും. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കൂ എന്ന് എൻ്റെ വീട്ടുകാരാണ് പറഞ്ഞത്. എന്നാൽ ഇത്രയും ദിവസം കാത്തിരുന്നിട്ടും അവൻ മടങ്ങി വന്നില്ല. അപ്പോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞ എൻ്റെ അയൽവാസികളാണ് പറഞ്ഞത് എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ കാര്യം അറിയിക്കുവാൻ, അല്ലെങ്കിൽ റേഷുവിന് എന്തെങ്കിലും അപകടം പറ്റുവാനായിട്ട് സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണ് ഞാനിന്ന് പരാതി നൽകുവാനായിട്ട് വന്നത്. ഈ വീഡിയോ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. കെനിയയിലുള്ള റോസ്മേരി എന്നൊരു യുവതിയെ ബിഫൂർ എന്നു പേരുള്ള ഒരു ഇന്ത്യക്കാരൻ പറ്റിച്ചു. അയാളെ പോലീസ് പിടിച്ച് ജയിലിലും അടച്ചു. ആ സ്ത്രീയെ നാട്ടിലേക്ക് മടക്കിയും അയച്ചു. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഈ 2 സംഭവങ്ങളും നടക്കുന്നത് ഒരേ ഗ്രാമത്തിലും 2 പരാതികളും വന്നിട്ടുള്ളത് ഒരേ പോലീസ് സ്റ്റേഷനിലുമാണ്. ഈ 2 ഇൻസിഡൻറ്റും തമ്മിൽ എന്താണ് ബന്ധമുണ്ട്. പോകെ പോകെ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്തു വെക്കുക. ഒരു വിദേശ വനിതയെ ഒരു ഇന്ത്യക്കാരൻ പറ്റിച്ചു. ഇനി കഥയിലേക്ക് പോവാം. പോലീസ് വേഗം തന്നെ ബ്രിജേഷ് ത്യാഗിയുടെ പരാതിയിന്മേൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നെ കാണാതായ റേഷുവിനെ അന്വേഷിക്കുവാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാരെയും അയൽവാസികളെയും അങ്ങനെ പരിചയത്തിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഈ കേസിനെ വഴിതിരിച്ചു വിട്ട ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നത്. അത് മറ്റാരിൽ നിന്നുമായിരുന്നില്ല, കാണാതായ റേഷുവിൻ്റെ കൂട്ടുകാരനിൽ നിന്നുമായിരുന്നു ആ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയത്. ആ കൂട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓഗസ്റ്റ് 8, അതായത് റേഷു കാണാതാകുന്ന ദിവസം, അന്നേ ദിവസം അവൻ ഈ കൂട്ടുകാരനെ വിളിച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: താൻ തൻ്റെ ചിറ്റപ്പനെ കാണുവാനായിട്ട് പോവുകയാണ്. ഒരു ജോലിക്കാര്യം ശരിയാക്കി തരാമെന്ന് ചിറ്റപ്പൻ ഏറ്റിട്ടുണ്ട്. ഇത്രയുമാണ് അവരുടെ സംസാരത്തിനിടയിൽ റേഷു പറഞ്ഞത്. അതിനുശേഷം അവനെ കാണുവാനില്ല. ഇതേ കാര്യം തന്നെയാണ് റേഷുവിൻ്റെ അയൽവാസികളിൽ ചിലരും പോലീസിനോട് പറഞ്ഞത്. കേസന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുവാൻ പോലീസിൻ്റെ മുൻപിൽ ഇപ്പോഴൊരു വഴി തുറന്നു കിട്ടുകയാണ്. റേഷു അവസാനമായിട്ട് കാണുവാനായിട്ട് പോയത് തൻ്റെ ചിറ്റപ്പനെയാണ്. സമയം കളയാതെ പോലീസ് റേഷുവിൻ്റെ ചിറ്റപ്പനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പിന്നെ ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അയാളുടെ പേര് ലീലു ത്യാഗി എന്നാണ്. വയസ്സ് 48. മകനെ കാണുവാനില്ല എന്ന് പോലീസ് പരാതി കൊടുത്ത ബ്രിജേഷ് ത്യാഗിയുടെ അനിയനാണ് ഈ ലീലു ത്യാഗി. പോലീസിന്റെ വിചാരണയിൽ ലീലു ത്യാഗി പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, അന്നേ ദിവസം ഞാൻ അവനെ കണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം അവൻ എങ്ങോട്ടോ പോയി. എവിടേക്ക് പോയെന്ന് അറിയില്ല. എന്നാൽ അന്വേഷണത്തിൽ പോലീസ് ഇതിനോടകം ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരുന്നു. റേഷു കാണാതായത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. 10-ാം തീയതി തന്നെ പോലീസ് പരാതി കൊടുക്കുവാനായിട്ട് അവൻ്റെ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവരെ അതിൽ നിന്നും തടഞ്ഞത് ഈ ലീലു ത്യാഗിയാണ്. നമ്മൾ പോലീസിൽ പരാതിയൊന്നും കൊടുക്കുവാനായിട്ട് പോകണ്ട, പിന്നെ പോലീസ് വീട്ടിൽ കയറി ഇറങ്ങും, അല്പ ദിവസം കൂടി കാത്തിരിക്കാം, അവൻ നിശ്ചയമായിട്ടും വരും. ഇങ്ങനെ പറഞ്ഞവരെ പിന്തിരിപ്പിച്ചത് ഈ ലീലു ത്യാഗിയാണ്. ഒടുവിൽ അയൽവാസികളുടെ നിർബന്ധം കാരണമാണ് ബ്രിജേഷ് ത്യാഗി പോലീസിൽ വന്ന് പരാതി കൊടുത്തത്. ഇതെല്ലാം അവർ മനസ്സിലാക്കിയിരുന്നു. അതേ ലീലു ത്യാഗിയെ കാണുവാനാണ് അവസാനമായിട്ട് റേഷു വീട്ടിൽ നിന്നും പോയത് എന്നാണ് അവൻ്റെ കൂട്ടുകാരും പിന്നെ അയൽക്കാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുൻപിൽ സംശയിക്കപ്പെടാവുന്നവരുടെ പേരുകൾ എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പേര് ലീലു ത്യാഗിയുടെയാണ്. അതുകൊണ്ട് പോലീസ് മറ്റൊരു കാര്യം കൂടി ഇതിനോടകം ചെയ്തിരുന്നു. അന്നേ ദിവസം, അതായത് റേഷു കാണാതായ ദിവസം ഓഗസ്റ്റ് 8-ന് കാണാതായ റേഷുവിൻ്റെയും ലീലുവിൻ്റെയും മൊബൈൽ ഹിസ്റ്ററി പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇതാണ്: 2 പേരുടെയും സെൽഫോൺ സിഗ്നലുകൾ ഒരു ഹൈവേയുടെ ഭാഗത്ത് വെച്ച് ഒരുമിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ നേരത്തോളം അതങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം 2 മൊബൈൽ ഫോണുകളും പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ലീലു ത്യാഗിയുടെ മൊബൈൽ ഫോണ് സ്വിച്ച് ഓൺ ആയി. എന്നാൽ റേഷുവിൻ്റെ മൊബൈൽ ഫോൺ അതിനുശേഷം ഓണേ ആയിട്ടില്ല. പോലീസ് ഈ തെളിവുകളെല്ലാം എടുത്ത് അയാളുടെ മുൻപിലേക്കിട്ടു. എന്നിട്ട് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. അവസാനം ഗത്യന്തരമില്ലാതെ ലീലു ത്യാഗി സമ്മതിക്കുകയാണ് തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ താനാണ് കൊലപ്പെടുത്തിയത്.
ലീലു ത്യാഗി എന്തിനായിരിക്കും തൻ്റെ മകന് തുല്യനായ റേഷുവിനെ കൊലപ്പെടുത്തിയത്? അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. കഥ മുൻപോട്ട് പോകും തോറും കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് തെളിഞ്ഞു വരും. നമ്മൾ ഇനി നേരെ പോകുന്നത് ആ മർഡറിലേക്കാണ്. അത് എങ്ങനെ നടന്നു എന്ന വിവരണത്തിലേക്കാണ്. പഠനമെല്ലാം പൂർത്തിയായെങ്കിലും യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന യുവാവായിരുന്നു റേഷു. അതിലവന് വലിയ വിഷമവും ഉണ്ടായിരുന്നു. ഇതും മനസ്സിലാക്കിയ ലീലു ത്യാഗി ഒരു ദിവസം അവനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: എടാ ചറക്ക, എത്ര കാലമാണ് നീ വീട്ടുകാരുടെ ഈ പുച്ചക്കഞ്ഞിയും കുടിച്ച് ജീവിക്കുന്നത്? ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ നടന്നാൽ നിനക്കാരെങ്കിലും വില തരുമോ? നീ ഇത്രയും കാലം ജോലി അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യ. നാളെ ഞാൻ പറയുന്ന സമയത്ത് ഹൈവേയുടെ അരികിലേക്ക് വരിക. ഈ ഹൈവേ ഇവരുടെ വീടിനോട് ചേർന്നുള്ളതാണ്. അവിടെ ഹ്യുണ്ടായുടെ ഒരു i20 കാർ നിർത്തിയിട്ടിട്ടുണ്ടാവും. ഞാനും അവിടെ ഉണ്ടാവും. നീ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആ മനുഷ്യന് വലിയ പിടിപാടൊക്കെയുണ്ട്. അയാൾ വിചാരിച്ചാൽ നിനക്ക് നിശ്ചയമായിട്ടും ഒരു ജോലി കിട്ടും. ലീലു ത്യാഗി ഈ കാര്യം പറഞ്ഞപ്പോൾ റേഷുവിനും വലിയ സന്തോഷമായി. അയാൾ പറഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 8-ന് വെൽ ഡ്രസ്ഡ് ആയിട്ട് അവൻ ആ ഹൈവേയിലേക്ക് പോവുകയാണ്. അവൻ്റെ ചിറ്റപ്പൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു i20 കാർ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചിറ്റപ്പനും ഇരിപ്പുണ്ട്. ലീലു ത്യാഗി മാത്രമല്ല ആ കാറിൽ അപ്പോൾ ഉണ്ടായിരുന്നത്, വേറെ ചിലരും ഉണ്ടായിരുന്നു. ആ സമയത്ത് കാറിലുണ്ടായിരുന്ന മറ്റാളുകൾ ഇവരായിരുന്നു. ഒന്നാമത്തെ ആളുടെ പേര് സുരേന്ദർ. അയാൾ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ്. സുരേന്ദ്രൻ്റെ അസിസ്റ്റൻ്റായ രാഹുൽ ശർമ്മ, പിന്നെ ലീലുവിൻ്റെ കൂട്ടുകാരായ വിക്രാന്ത് ജാട്ടും വിക്രാന്തിൻ്റെ സഹോദരനായ മുകേഷ് ജാട്ടും. ലീലു ത്യാഗി അടക്കം മൊത്തം 5 പേരാണ് ആ കാറിൻ്റെ ഉള്ളിൽ അപ്പോഴുള്ളത്. ആറാമനായിട്ട് റേഷുവും ഉള്ളിലേക്ക് കയറി. അല്പസമയം അവർ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ലീലു ഒരു ഇരുമ്പ് ചെയിൻ എടുത്തു. പിന്നെ അത് റേഷുവിൻ്റെ കഴുത്തിലിട്ട് മുറുക്കി. അതേ സമയത്ത് മറ്റുള്ളവർ അവൻ്റെ കൈകളും കാലുകളും പിടിച്ചു വെച്ചു. അധികം സമയമെടുത്തില്ല, റേഷു നിശ്ചലനായി. ആ കാറിൻ്റെ ഉള്ളിൽ വെച്ച് സ്വന്തം ചിറ്റപ്പൻ്റെ കൈകൊണ്ട് ആ യുവാവ് കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം ആ കാർ മുൻപോട്ട് നീങ്ങി. വൈകാതെ ഗ്യാങ് നഹർ എന്നു പേരുള്ള ഒരു കനാലിൻ്റെ സമീപത്തായിട്ട് അത് വന്നു നിന്നു. 5 പേരും ചേർന്ന് റേഷുവിൻ്റെ ശരീരം ആ കനാലിലേക്ക് എടുത്തു തള്ളി. അത് ശക്തമായിട്ടുള്ള ഒഴുക്കിൽപ്പെട്ട് ആ ശരീരം ദൂരേക്ക് പോയി. പോലീസിനെ ഇന്നുവരെയും റേഷുവിൻ്റെ ശരീരം കണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നു ലീലു ത്യാഗിയുടെ കുറ്റസമ്മതം. ലീലുവിൻ്റെ ഈ കുറ്റസമ്മതത്തിൻ്റെ തൊട്ടു പിന്നാലെ അയാളെ സഹായിച്ച മുൻ സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രയെയും അയാളുടെ സഹായി രാഹുൽ ശർമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള 2 പേർ, വിക്രാന്ത് ജാട്ടും മുകേഷ് ജാട്ടും, അവരെ മാത്രം കിട്ടിയില്ല. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അവർ സ്വമേധയാ മുൻപോട്ട് വന്ന് പോലീസിന് കീഴടങ്ങി. ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതിന് ലീലു ത്യാഗി സുരേന്ദ്രന് 3.5 ലക്ഷം രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുത്തത്. അതുപോലെ വിക്രാന്തിനും മുകേഷിനും 1,30,000 രൂപയും നൽകി. ഇപ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, കുറ്റവാളി അത് ഏറ്റു പറഞ്ഞിരിക്കുന്നു, അയാളുടെ സഹായികളെ വെളിപ്പെടുത്തി, എല്ലാവരും പോലീസിന്റെ കസ്റ്റഡിയിലുമായി, ഈ കേസ് ഇതോടെ ക്ലോസ് ആയെന്ന്. എന്നാൽ ഈ കഥയുടെ ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ്. റേഷുവിൻ്റെ കൊലപാതകം ഒരു ഒടുക്കം മാത്രമായിരുന്നു. എന്നാൽ അതിനൊരു തുടക്കമുണ്ടായിരുന്നു. വർഷങ്ങളോളം നീണ്ടുപോയ ഒരു സീരിയൽ കില്ലറിൻ്റെ കൊലപാതക പരമ്പരയുടെ തുടക്കം. ആ തുടക്കത്തിലേക്കും അതിൻ്റെ കാരണങ്ങളിലേക്കുമാണ് നമ്മളിനി കിടക്കുന്നത്. തൻ്റെ അനുജനാണ് തൻ്റെ മകൻ്റെ കൊലയാളി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ബ്രിജേഷ് ത്യാഗി ഞെട്ടിപ്പോയി. അയാളും കുടുംബവും വലിയ ദുഃഖത്തിലായി. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ബ്രിജേഷ് ത്യാഗിയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി. മാത്രവുമല്ല, അയൽവാസികളും ഈ കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കഴിഞ്ഞ 20 വർഷമായിട്ട് അയാളുടെ കുടുംബത്തെ തുറന്നു വന്ന തുടർച്ചയായിട്ടുള്ള തിരോധാനങ്ങൾ, അതിൻ്റെ പിന്നിൽ ലീലു ത്യാഗിയുടെ കൈയുണ്ടോ എന്ന് എല്ലാവർക്കും സംശയമായി. ബ്രിജേഷ് ത്യാഗി വീണ്ടും മുറാദ് നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പിന്നെ അവിടെ ഒരു പരാതി എഴുതി കൊടുക്കുകയാണ്. ആ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: സാർ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ 4ഓളം ആളുകൾ കാണാതായിട്ടുണ്ട്. അവർ എങ്ങോട്ട് പോയെന്നോ എവിടെയാണെന്നോ യാതൊരു വിവരവും ഇന്നുവരെ കിട്ടിയിട്ടില്ല. അവരുടെ ആ തിരോധാനങ്ങൾക്കെല്ലാം പിന്നിൽ ലീലു ത്യാഗിക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൂടി ഒന്ന് അന്വേഷിക്കുമോ എന്നായിരുന്നു ആ പരാതിയിൽ ഉണ്ടായിരുന്നത്. മുറാദ് നഗർ പോലീസ് ബ്രിജേഷിനോട് നിങ്ങൾക്കിങ്ങനെ സംശയം വരുവാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അപ്രത്യക്ഷമായവർ ആരൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതിനയാൾ ഉത്തരവും പറഞ്ഞു. ശേഷം പോലീസ് നേരെ പോയത് അപ്പോഴും കസ്റ്റഡിയിലുള്ള ലീലു ത്യാഗിയുടെ അടുക്കിലേക്കാണ്. ഏകദേശം 3 ദിവസത്തോളം അയാളെ അവർ ചോദ്യം ചെയ്തു. അതും പോലീസ് മുറയിലുള്ള കഠിനമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. 3-ാം ദിവസം അയാൾ കുറ്റം ഏറ്റു പറയാനായിട്ട് തയ്യാറായി. എന്തായാലും റേഷുവിനെ കൊല ചെയ്ത കേസിൽ താൻ പിടിക്കപ്പെട്ടു. ഇനി ഇതിനു മുൻപ് താൻ ചെയ്ത കാര്യങ്ങൾ കൂടി ഏറ്റു പറയേണ്ട സമയമായെന്ന് അയാൾക്ക് മനസ്സിലായി. 1 കൊലയായാലും 9 കൊലയായാലും ശിക്ഷ ഒന്നു തന്നെ. അങ്ങനെ വിചാരിച്ചായിരിക്കണം അയാൾ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. അതാകട്ടെ 20 വർഷത്തോളം നീണ്ടുപോയ ഒരു വലിയ ക്രൈമിന്റെ പിന്നാമ്പുറ ചരിത്രമായിരുന്നു. ത്യാഗി കുടുംബം ഒരു കൂട്ടുകുടുംബമാണ്. മൊത്തം 3 ആൺമക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നിഗൂഢമായിട്ട് തിരോധാനം ചെയ്യപ്പെട്ടു പോയ സുധീർ ത്യാഗി, പിന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ലീലു ത്യാഗി, പിന്നെ കൊല്ലപ്പെട്ട റേഷുവിന്റെ പിതാവായ ബ്രിജേഷ് ത്യാഗി,
കൊലക്കുറ്റത്തിന് ലീലു ത്യാഗി ഇപ്പോൾ കസ്റ്റഡിയിലാവുന്നതിനും ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ കുടുംബത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. ലീലു ത്യാഗിയുടെ മൂത്ത ജ്യേഷ്ഠനായ സുധീർ ത്യാഗി ഒരു ദിവസം പൊടുന്നനെ അപ്രത്യക്ഷമായി. അയാൾ എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. വീട്ടുകാർ പലയിടത്തും അന്വേഷിച്ചു, പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. സുധീറിന്റെ ഭാര്യയുടെ പേരാണ് അനിത. ഇവർക്ക് 2 പെൺകുട്ടികളാണുള്ളത്. സുധീറിനെ കാണാതായിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുക്കുവാനായിട്ട് തയ്യാറായി. എന്നാൽ ആ സമയത്തും അവരെ തടഞ്ഞത് ഈ ലീലു ആയിരുന്നു. ലീലു ത്യാഗി കർശനമായിട്ട് അന്ന് അവരോട് പറഞ്ഞു, വെറുതെ അനാവശ്യമായിട്ട് പോലീസിനെ ഇതിലേക്ക് വലിച്ചിഴക്കണ്ട. പോലീസ് വന്നാൽ നമ്മളെ എല്ലാവരെയും ചോദ്യം ചെയ്യും, പ്രത്യേകിച്ച് അനിതയെയും അവളുടെ 2 പെൺകുഞ്ഞുങ്ങളെയും. നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടാവും, കുടുംബത്തിന്റെ വില പോകും. അങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞ ആ ഉദ്യമത്തിൽ നിന്നും അവരെ ഇയാൾ പിന്തിരിപ്പിച്ചു. യഥാർത്ഥത്തിൽ സുധീർ ത്യാഗിയുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ സ്വന്തം സഹോദരന്റെ ആയിരുന്നു. സുധീർ ത്യാഗിക്ക് ഒരു കടയുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ആ കടയും അടച്ചയാൾ നമ്മൾ മുൻപ് പറഞ്ഞ ഗാങ് നഗർ കനാലിന്റെ അരികിലൂടെ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് എവിടെ നിന്നോ വന്ന ഒരു വെടിയുണ്ട അയാളുടെ ശരീരത്തിൽ പാഞ്ഞു കയറി. പിന്നെ തുടർച്ചയായിട്ട് ഏതാനും വെടികൾ കൂടി. സുധീർ ത്യാഗി ആ കനാലിന്റെ തീരത്ത് കൊല്ലപ്പെട്ട് വീഴുകയാണ്. ആ പ്രദേശമാകെ വിജനമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് സാക്ഷികൾ ആരുമില്ലായിരുന്നു. അന്ന് അയാളെ വെടിവെച്ച് കൊന്നത് സുഭാഷ് എന്നു പേരുള്ള ഒരു കോൺട്രാക്ട് കില്ലറായിരുന്നു. ഇയാളെ വാടകയ്ക്കെടുത്തത് ലീലു ത്യാഗിയാണ്. സ്വന്തം ജ്യേഷ്ഠനെ കൊലപ്പെടുത്തുവാനായിട്ട് ലീലു അന്ന് അയാൾക്ക് കൊടുത്തത് 1 ലക്ഷം രൂപയാണ്. ഒരു കൺട്രി മെയ്ഡ് പിസ്റ്റൾ കൊണ്ട് സുഭാഷ് അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അതിനുശേഷം ഇരുവരും ചേർന്ന് ആ ശരീരം കനാലിലേക്ക് തള്ളിയിട്ടു. സുധീറിന്റെ ബോഡിയും ഇന്നുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. താനാണ് സുധീറിന്റെ കൊലയാളി എന്ന് വ്യക്തമായിട്ടും അറിയാവുന്നതുകൊണ്ടാണ് പോലീസിന്റെ അടുത്ത് പരാതി കൊടുക്കുന്നതിൽ നിന്നും വീട്ടുകാരെ അയാൾ വിലക്കിയത്. ഒരന്വേഷണം ഉണ്ടായാൽ താൻ പിടിക്കപ്പെട്ടേക്കുമോ എന്ന് ലീലു ത്യാഗി ഭയന്നിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം മുൻപോട്ട് പോവുകയാണ്. സുധീർ എന്നെങ്കിലും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ അനിതയും 2 പെൺമക്കളും കാത്തിരിക്കുകയാണ്. പക്ഷെ അവർക്കറിയില്ലല്ലോ, ഒരിക്കലും മടങ്ങി വരുവാനായിട്ട് കഴിയാത്ത ലോകത്തിലേക്കാണ് അയാൾ പോയത് എന്ന്. ഇതിനിടയിൽ അനിതയും ആ 2 പെൺമക്കളും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. എത്ര കാലമെന്ന് വെച്ചാലാണ് ഭർത്തൃ വീട്ടിൽ ഒരു വിധവയെ പോലെ 2 പെൺകുട്ടികളെയും കൊണ്ട് ഇവൾ കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് അനിതയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ മുൻപോട്ട് വന്ന ഒരേ ഒരു പേര് ഈ ലീലു ത്യാഗിയുടെ ആയിരുന്നു. അവർ എല്ലാവരും അയാളോട് ചോദിച്ചു, നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിവാഹം കഴിക്കുവാനായിട്ട് നിനക്ക് സമ്മതമാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബസ്വത്ത് പുറത്തേക്കും പോവില്ല. ലീലു ത്യാഗി സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. അങ്ങനെ ആ വിവാഹം നടക്കുകയാണ്. അനിതയെയും ജ്യേഷ്ഠന്റെ 2 പെൺമക്കളെയും അയാൾ സ്വീകരിച്ചു. അവരെ സ്വന്തം മക്കളെ പോലെ വളർത്തി. എന്നാൽ അയാളുടെ ആ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിച്ചത് ഇവരുടെ വിവാഹശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ്. അനിതയ്ക്കും ലീലുവിനും ഒരു കുഞ്ഞ് ജനിച്ചു, ഒരാൺകുഞ്ഞ്. അവരവന് ഷാങ്കി എന്ന് പേരിട്ടു. ഷാങ്കി ജനിച്ചതോടെ ജ്യേഷ്ഠന്റെ 2 പെൺമക്കളായ പായലിനോടും പാരുളിനോടും അയാൾക്കൊരു വെറുപ്പ് തോന്നുവാൻ തുടങ്ങി. ഈ 2 പെൺകുട്ടികളെയും ഏതു വിധേനയും ഒഴിവാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അതിന് പിന്നിൽ ഒരു കാരണവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നു ചേരുകയാണ്. ആ കുടുംബത്തിൽ ലീലു ത്യാഗി നടത്തുവാൻ പോകുന്ന 2ാമത്തെ അരുംകൊലയുടെ ദിവസം. ഒരു ദിവസം അനിത തൻ്റെ മാതാപിതാക്കളെ കാണുവാനായിട്ട് വീട്ടിലേക്ക് പോയി. ആ സമയത്ത് അവൾ തൻ്റെ കൂടെ കൊണ്ടുപോയത് മൂത്ത മകളായ പാരുളിനെയും കൈക്കുഞ്ഞായ ഷാങ്കിയെയുമാണ്. 2ാമത്തെ മകളായ പായലിനെ ലീലുവിനെ ഏൽപ്പിച്ചായിരുന്നു ആ യാത്ര. പായലിനെ ഞാൻ നോക്കിക്കോളാം, നീ വീട്ടിൽ പോയിട്ട് വാ എന്നാണ് അയാൾ അനിതയോട് പറഞ്ഞത്. എന്നാൽ അനിത വീട്ടിൽ നിന്നും മാറിയ സമയത്ത് ലൈലു ത്യാഗി ചെയ്ത കാര്യം ഇതാണ്. ആഹാരത്തിൽ വിഷം വെച്ച് 8 വയസ്സുള്ള ആ കുട്ടിയെ കൊലപ്പെടുത്തി. പായൽ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം നിലവിളിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കോടി. തന്റെ മകളെ പാമ്പ് കടിച്ചുവെന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ജനങ്ങൾ ഓടിക്കൂടി. സമീപത്തുള്ള വിഷഹാരിയെയും അവർ വിളിച്ചു വരുത്തി. വിഷഹാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുറിവൈദ്യനാണ്. മുറിവൈദ്യന് ആളെ കൊല്ലുമെന്നാണല്ലോ പ്രമാണം. കുട്ടിയുടെ ശരീരത്തിൽ വിഷാംശമുണ്ടെന്ന് മനസ്സിലായി. പാമ്പുകടിയേറ്റാണ് കുട്ടി മരിച്ചത് എന്ന് ഈ വിഷഹാരി നാട്ടുകാരോട് പറഞ്ഞു. അതോടെ അവരും അത് വിശ്വസിച്ചു. വിവരമറിഞ്ഞ വീട്ടിൽ നിന്നും ഉടനടി മടങ്ങിയെത്തിയ അനിത കണ്ടത് തൻ്റെ ഇളയ മകളുടെ ചേതനയേറ്റ ഉടലാണ്. അവർ അലറി നിലവിളിച്ചു. പക്ഷെ ആ സമയത്തും ആർക്കും ലീലു ത്യാഗിയുടെ മേൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം ജനങ്ങളുടെയും വീട്ടുകാരുടെയും കാഴ്ചപ്പാടിൽ അയാൾ വളരെ നല്ലവനാണ്. ജ്യേഷ്ഠന്റെ തിരോധാനത്തെ തുടർന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയെ വിവാഹം കഴിച്ച് അവർക്കൊരു ജീവിതം കൊടുത്ത് അവരുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ഒരു ഉത്തമ മാതൃകാ പുരുഷൻ. തൻ്റെ ഉള്ളിൽ കിടന്ന് ചുരം മാന്തുന്ന ആ മൃഗത്തെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും സമർത്ഥമായിട്ട് മറച്ചു വയ്ക്കുവാനായിട്ട് ലീലു ത്യാഗിക്ക് കഴിഞ്ഞിരുന്നു. പായലിന്റെ മരണത്തിൽ ആർക്കും യാതൊരു ദുരൂഹതയും തോന്നാത്തതുകൊണ്ട് ആരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല. കുട്ടിയുടെ ജഡം പോസ്റ്റ്മോർട്ടവും ചെയ്തില്ല. ജനങ്ങൾ എല്ലാവരും ചേർന്ന് അവളെ സംസ്കരിച്ചു. ലീലു ത്യാഗി വളരെ വിജയകരമായിട്ട് തൻ്റെ 2ാമത്തെ ശത്രുവിനെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി അയാളുടെ മുൻപിലുള്ള അടുത്ത ശത്രു മൂത്ത മകളായ പാരുളാണ്. ഒരവസരത്തിന് വേണ്ടിയിട്ട് അയാൾ ദാഹത്തോടെ കാത്തിരുന്നു. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. അയാൾ കാത്തിരുന്ന അവസരം ഒടുവിൽ എത്തിച്ചേരുകയാണ്. പായലിന്റെ കൊലപാതകം കഴിഞ്ഞ് ഏകദേശം 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അനിതയ്ക്ക് സ്വന്തം വീട്ടിൽ വീണ്ടും പോകേണ്ട ഒരു ആവശ്യം വരികയാണ്. ഇത്തവണ അവൾ വീട്ടിലേക്ക് പോയത് തന്റെ മകനായ ഷാങ്കിയെ മാത്രം കൂട്ടിക്കൊണ്ടാണ്. മൂത്തവളായ പാരുളിനെ ലീലുവിനെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചു.
പാരുളിന് അപ്പോൾ 15 വയസ്സായിരുന്നു പ്രായം. അനിത വീട്ടിൽ നിന്നും പോയ അന്ന് രാത്രി തന്നെ ആ ക്രൂരകൃത്യം നടന്നു. ഏകദേശം പാതിരാത്രിയോടെ പാരുൾ നന്നായിട്ട് ഉറക്കം പിടിച്ചുവെന്ന് മനസ്സിലാക്കിയ ലീലു യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവളുടെ മുറിയിലെത്തി. പിന്നെ ഒരു കയർ ഉപയോഗിച്ച് അയാൾ അവളെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി. അതിനുശേഷം കുട്ടിയുടെ ജഡം ചുമന്നുകൊണ്ടുപോയിട്ട് ഗാങ് നഗർ കനാലിൽ തള്ളി. അവളുടെ അച്ഛനെ അയാൾ കൊന്നു തള്ളി അതേ കനാലിൽ തന്നെ. പാരുളിന്റെ ജഡവും ഇന്ന് വരെ കണ്ടുകിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം ലീലു ത്യാഗി ജനങ്ങളോട് ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയായിരുന്നു. പാരുളിന് ആരോടോ പ്രണയമുണ്ടായിരുന്നു. അയാൾ ആരാണെന്നറിയില്ല. എന്തായാലും തലേ രാത്രി അവൾ ഒളിച്ചോടിപ്പോയി. എന്തായാലും സ്വന്തം കുടുംബക്കാരെയും നാട്ടുകാരെയും ഈ നുണ പറഞ്ഞു വിശ്വസിപ്പിക്കുവാനായിട്ട് ലീലു ത്യാഗിക്ക് കഴിഞ്ഞു. വീട്ടിൽ നിന്നും മടങ്ങിയെത്തിയ അനിത കേട്ടത് സ്വന്തം മകളുടെ ഒളിച്ചോട്ടത്തിന്റെ വാർത്തയാണ്. ഇളയ കുട്ടിയാകട്ടെ മരിച്ചുപോയി, മൂത്ത കുട്ടിയാകട്ടെ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയിരിക്കുന്നു. അവരാകെ വിഷമത്തിലായി. എങ്കിലും വൈകാതെ ആ യാഥാർത്ഥ്യം അനിത അംഗീകരിക്കുകയാണ്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന മട്ടിൽ അവർ ജീവിതത്തെ നേരിട്ടു. തുടക്കത്തിൽ 5 പേരുണ്ടായിരുന്ന ആ കുടുംബം ഇപ്പോൾ ചുരുങ്ങി 3 പേരായിട്ട് മാറിയിരിക്കുന്നു. ലീലു, അനിത, പിന്നെ അവരുടെ മകനായ ഷാങ്കി. എന്തിനായിരിക്കും ലീലു ത്യാഗി സ്വന്തം സഹോദരനെയും അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെയും അരുങ്കൊല ചെയ്തത്? അതിനുത്തരം ഒന്നേയുള്ളൂ: സ്വാർത്ഥത. ത്യാഗി കുടുംബത്തിലെ സകല സ്വത്തുക്കളും തനിക്ക് മാത്രം അനുഭവിക്കണമെന്ന സ്വാർത്ഥത. ത്യാഗി കുടുംബത്തിന് വർഷങ്ങളായിട്ട് ഗ്രാമത്തിനോട് ചേർന്ന് ഒരു നിലമുണ്ടായിരുന്നു. ഏകദേശം 10 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണത്. ഈ 3 പേരുടെയും പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അതിൽ കൃഷികൾ നടത്തുമായിരുന്നു. അദ്ദേഹം മരണത്തിന് മുൻപായിട്ട് തന്റെ സ്വത്തുക്കൾ 3 ആയിട്ട് വീതം വെച്ചു കൊടുത്തു. അപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഇവരുടെ സ്ഥലത്തിനോട് ചേർന്ന് ഈസ്റ്റേൺ പെരിഫറൽ ഹൈവേ കടന്നു വന്നു. അതോടെ ആ സ്ഥലത്തിന്റെ ഡിമാൻഡ് 10-30 മടങ്ങായിട്ട് വർദ്ധിച്ചു. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന ആ സ്ഥലത്തിന് ഇപ്പോൾ കോടികളുടെ മൂല്യമുണ്ട്. എന്നാൽ അത് 3 ആയിട്ട് വീതം വെച്ചതുകൊണ്ട് അതിൽ ഒരു ഭാഗം മാത്രമേ തനിക്ക് കിട്ടൂ എന്ന് ലീലുവിനറിയാം. അതുകൊണ്ടാണ് അയാൾ ആദ്യം മൂത്ത ജ്യേഷ്ഠനെ വകവരുത്തി അയാളുടെ ഭാര്യയെ വിവാഹം ചെയ്തത്. അതോടെ സ്വത്തിന്റെ 2% ലീലുവിന്റെ പേർക്കായി. ആ സമയത്താണ് അയാളുടെ മകൻ ഷാങ്കി ജനിക്കുന്നത്. ഇതും കൂടി ആയപ്പോൾ അയാളുടെ സ്വാർത്ഥത വീണ്ടും വർദ്ധിച്ചു. എല്ലാ സ്വത്തും തനിക്ക് ശേഷം തന്റെ മകനും വേണമെന്നായി അയാളുടെ ആഗ്രഹം. എന്തിനാണ് ആ പെൺകുട്ടികളെ വകവരുത്തിയതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ലീലു കൊടുത്ത മറുപടി ഇതാണ്: അവർ പെൺകുട്ടികളാണ്, പെട്ടെന്ന് വളരും, പിന്നെ വിവാഹം കഴിപ്പിച്ചയക്കണം. അതിന് വലിയൊരു തുക ചെലവാകും. ആ തുക ലാഭിക്കുവാനാണ് താൻ അവരെ കൊന്നത്. ഇതുകൊണ്ടും അയാളുടെ അത്യാഗ്രഹം മടങ്ങിയില്ല. അവരുടെ കുടുംബസ്വത്തിന്റെ 2/3 ഇപ്പോൾ ലീലുവിന്റെ പേരിലാണ്. പക്ഷേ 1/3 കിടക്കുന്നത് മൂത്ത സഹോദരനായിട്ടുള്ള ബ്രിജേഷിന്റെ പേരിലാണ്. അയാൾക്ക് 2 മക്കളുണ്ട്, നീഷു ത്യാഗിയും റേഷു ത്യാഗിയും. ഈ 2 കുട്ടികളും ഇല്ലാതായാൽ മാത്രമാണ് തൻ്റെ പദ്ധതി വിജയിക്കൂ എന്ന് അയാൾക്കറിയാം. ഒരു ദിവസം വളരെ വിജയകരമായിട്ട് അയാൾ അത് നടപ്പിലാക്കി. ബ്രിജേഷ് ത്യാഗിയുടെ ഇളയ മകനാണ് നീഷു. അവനിന്ന് 14 വയസ്സാണ് പ്രായം. ഒരു ദിവസം ഏതാനും സഹായികളുടെ സഹായത്തോടെ ഈ നീഷുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അതേ കനാലിൽ തന്നെ അയാൾ തള്ളി. നീഷുവിന്റെ ജഡവും ഒരിക്കലും കണ്ടെടുക്കപ്പെട്ടില്ല. കുട്ടി എവിടെ പോയെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. കുട്ടിയെ കാണാതായതിന്റെ അടുത്ത ദിവസം ബ്രിജേഷ് പോലീസിൽ പരാതി കൊടുക്കുവാനായിട്ട് പോയതാണ്. എന്നാൽ ആ സമയത്തും അയാളെ തടഞ്ഞത് ഈ ലീലു ആയിരുന്നു. 4ഓളം കൊലപാതകങ്ങൾ ചെയ്തിട്ടും അയാൾ പിടിക്കപ്പെടാതിരുന്നതിന്റെ കാരണം അയാളുടെ സാമർഥ്യം തന്നെയായിരുന്നു. ആ കുടുംബത്തിന്റെ മേൽ ലീലുവിന് വലിയൊരു ആധിപത്യമുണ്ടായിരുന്നു. അയാൾ എന്തു പറഞ്ഞാലും അവർ കേൾക്കും. അതുതന്നെയാണ് അയാൾക്ക് രക്ഷയായതും മറ്റുള്ളവർക്ക് വിനയായതും. അതിനുശേഷമാണ് 5ാമത്തെ കൊലപാതകം 2021 നടന്നത്, റേഷുവിന്റെ കൊല. അത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിലെ കണ്ടതാണ്. എന്നാൽ ഇത്തവണ അനുജന്റെ വാക്കിന് വില കൊടുക്കാതെ അയൽവാസികളുടെ വാക്ക് കേട്ട് ബ്രിജേഷ് വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ലീലു ത്യാഗി പിടിയിലുമായി. ആ കുടുംബത്തിൽ നടന്ന നിഗൂഢമായിട്ടുള്ള തിരോധാനങ്ങളുടെയും മരണത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ലീലുവിന്റെ ആണെന്ന് തെളിയുകയും ചെയ്തു. റേഷു കാണാതായ സമയത്ത് ലീലുവിന്റെ വാക്കും കേട്ട് ബ്രിജേഷ് പോലീസിൽ പോകാതിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അടുത്ത ഇര അയാളാകുമായിരുന്നു. അയാൾ മാത്രമല്ല, അയാളുടെ മനോരോഗിയായ ഭാര്യ രജനിയും. ആ രോഗം വരുവാൻ തന്നെ കാരണം ഈ ലീലുവാണ്. ഇളയ മകനായ നീഷുവിനെ കാണാതായ സമയം തൊട്ട് അവരുടെ മാനസിക നില തെറ്റിയിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2000 മുതൽ 2021 വരെ ഏകദേശം 20 വർഷത്തിന് മുകളിൽ നീണ്ടുനിന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ ചരിത്രം കേട്ട് ഉത്തർപ്രദേശ് ഞെട്ടിപ്പോയി. കോടതിയിൽ ലീലുവിന് ജീവപര്യന്തം തടവ് വിധിച്ചു. അതും ജാമ്യമില്ലാത്ത തടവ്. ശിഷ്ടകാലം അയാൾക്കിനി ജയിലിൽ ജീവിച്ചു തീർക്കാം. അയാൾ എന്തിനു വേണ്ടിയാണ് സ്വന്തം കുടുംബത്തെ മുഴുവനും അരിങ്കൊല ചെയ്തത്? എല്ലാ സ്വത്തും തനിക്ക് അനുഭവിക്കാൻ വേണ്ടി. കുടുംബസ്വത്തിന്റെ 2/3 തന്റെ പേരിലേക്ക് മാറ്റുന്നതിൽ അയാൾ വിജയിച്ചുവെങ്കിലും അതിനെല്ലാം അർത്ഥമില്ലാതെ പോയിരിക്കുന്നു. ജയിലിൽ കിടന്ന് അഴി എണ്ണുന്നവന് പുറത്ത് കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഈ വീഡിയോയുടെ തുടക്കഭാഗത്ത് നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. കെനിയയിൽ നിന്നും റോസ്മേരി എന്നൊരു പെണ്ണ് വരികയും അയാളെ ഇന്ത്യയിലുള്ളൊരു യുവാവ് പറ്റിക്കുകയും ചെയ്തുവെന്ന്. ആ യുവാവിന്റെ പേര് ബിഫൂർ എന്നാണെന്ന് നമ്മൾ കണ്ടു. ഈ ബിഫൂർ വേറെ ആരുമല്ല, ലീലു ത്യാഗിയുടെ മകനായ ഷാങ്കിയാണ്. ഷാങ്കി എന്നുള്ളത് അവനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. യഥാർത്ഥ പേര് ബിഫൂർ. ആദ്യമൊക്കെ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്ന അവൻ പിന്നീട് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് ചുവടുവയ്ക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു റോസ്മേരിയുടെ സംഭവം. ലീലു ത്യാഗിയെക്കുറിച്ച്
എന്താണ് പറയുക? ഒരു പിടിയുമില്ല. നമ്മൾ ധാരാളം സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അവരുടെ വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്, ഇനിയും ചെയ്യുവാൻ കിടക്കുന്നു. ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ചിലർ സീരിയൽ കില്ലറായിട്ട് മാറിയത് അവരുടെ ബാല്യകാലത്തുണ്ടായ അനുഭവം മൂലമാണ്. വേറെ ചിലരാകട്ടെ തലക്കേറ്റ പരിക്ക് മൂലം സീരിയൽ കില്ലേഴ്സ് ആയിട്ടുണ്ട്. ചിലർ ജന്മനാ തന്നെ അങ്ങനെ ആയിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് റിവഞ്ചിന് വേണ്ടിയിട്ട് സീരിയൽ കില്ലേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ കഥ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. വലിയൊരു കഥയാണ്, പക്ഷേ അതൊരു ഒന്നൊന്നര കഥയാണ്. ലീലു ത്യാഗി ഇവരിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തനായിരുന്നു. അയാൾ ഒരു സീരിയൽ കില്ലർ ആയതിനു പിന്നിൽ സ്വാർത്ഥത മാത്രമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കൊന്നു തള്ളിയതാകട്ടെ സ്വന്തം കുടുംബത്തെയും. സ്വത്ത് കിട്ടുവാൻ വേണ്ടി മാത്രം ചെയ്ത ഈ കൊലയുടെ ഫലം അനുഭവിക്കുവാനായിട്ട് അയാൾക്ക് ഇനി സാധിക്കുമോ? ഒരിക്കലുമില്ല. അയാളുടെ അവകാശിയായിട്ടുള്ള മകന് സാധിക്കുമോ? സാധിക്കുമായിരിക്കും, പക്ഷേ മനസമാധാനത്തോടെ ആ സ്വത്ത് അനുഭവിക്കുവാനായിട്ട് അവനും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം വിഫൂറിൻ്റെ കൈവശം ഇപ്പോഴുള്ളത് സ്വന്തം സഹോദരങ്ങളുടെ രക്തം വീണു കുതിർന്ന മണ്ണാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു കഥയുമായിട്ട് ഉടൻ തന്നെ വരാം.